ഹേ ഗായ്സ്, ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസം തന്നെയാണ് കേട്ടോ. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്, രാമായണ മാസത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ള ഞാൻ അമ്പലത്തിൽ പോകാനുള്ള തിരക്കത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ ടൗൺ ഏരിയയിലാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് കേട്ടോ. അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്, തളി ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ഗണപതി ക്ഷേത്രവും നവഗ്രഹങ്ങളും ഒക്കെയുള്ളൊരു ക്ഷേത്രമാണ്. അപ്പം അതൊക്കെ തൊഴുത് കഴിഞ്ഞു. എനിക്ക് പ്രസാദം കിട്ടി. ആദ്യം 3 തരം പ്രസാദം എനിക്ക് കിട്ടി കേട്ടോ. ആദ്യം കിട്ടിയത് നമ്മൾ ഗണപതി ഭഗവാനെ നേയിച്ച് നമ്മുടെ ഗണപതി പൂജയ്ക്ക് കൊടുക്കുന്ന പ്രസാദമാണ് കേട്ടോ. പിന്നെ നെയ്പ്പായസമാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. എനിക്ക് ഇനിയും കഴിക്കാൻ തോന്നി. പക്ഷേ എന്താ, നമുക്ക് എല്ലാ ഭക്തർക്കും വേണ്ടേ. പിന്നെ കിട്ടിയത് എനിക്ക് ഉഴുന്നുവടയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം ഞാൻ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം രാമായണ മാസത്തിൽ ലാസ്റ്റിലായല്ലോ. എത്ര പെട്ടെന്നാണ് രാമായണ മാസമൊക്കെ കഴിഞ്ഞേ. ഇപ്പം ലാസ്റ്റിലായി. ഇനിയിപ്പം നാളെ മുതൽ ചിങ്ങം 1 ആവാനായി. അപ്പം എന്തായാലും ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു തിരക്ക് കഴിഞ്ഞിട്ടിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഓഗസ്റ്റ് 15-ന് മക്കളെ സ്കൂളിലേക്ക് പോകണം. ഇനിയിപ്പോൾ മക്കളെ സ്കൂളിലേക്ക് പോകാനുള്ള ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. കാരണം അവരെ സ്കൂള് കോഴിക്കോട് ജില്ലയിൽ ഫാറൂഖ് കോളേജാണ് അവരുടെ സ്കൂള്. ഞങ്ങൾ താമസിക്കുന്നത് മീൻചന്തയാണ്. അപ്പം ഇനിയിപ്പം അവരെ കൊണ്ടുപോകണം സ്കൂളിലേക്ക്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബസ് എന്തായാലും കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 8 മണി ആയിട്ടുണ്ടേ തൊഴുത്തൊക്കെ ഇറങ്ങി വരുമ്പോഴേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് ചെന്നിട്ട് ഇപ്പോൾ അപ്പോഴേക്കും വീട്ടിൽ ഞാൻ ദോശയ്ക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മാവൊക്കെ പുറത്തേക്ക് തൂവിയിട്ടുണ്ട്. മാവൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം അതും വേണം. ഇനിയിപ്പം ദോശയൊക്കെ കഴിക്കണം. ദോശയും ചട്നി ആക്കി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാറൂസിൻ്റെ ചെറിയ അടിയൊക്കെ കിട്ടി കേട്ടോ. കാരണം അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും കഴിക്കില്ല. മെല്ലെ 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 കഴിക്കുള്ളൂ. അപ്പോൾ അടിയൊക്കെ കിട്ടി കരഞ്ഞ് എന്നിട്ടാണ് അവൾ കഴിക്കണത്. അവൾ മുഴുവൻ ഒരു ദോശ മുഴുവൻ വായിലിട്ട് തിരിഞ്ഞ് ഞാൻ പെട്ടെന്ന് എണീക്കുന്നുള്ള വാശിയിൽ കഴിക്കുകയാണ് കേട്ടോ. അക്കുമോൻ അങ്ങനെയല്ല. അക്കുമോൻ പിന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സമാധാനത്തോടെ പെട്ടെന്ന് കഴിക്കും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വണ്ടിയിൽ കയറി ഓഗസ്റ്റ് 15-ൻ്റെ തിരക്കിൽ പോവുകയാണ്. കാരണം പതാക ഉയർത്തുന്നതിന് മുമ്പ് എത്തണ്ടേ, അല്ലെങ്കിൽ മോശം. അപ്പോൾ പോകുന്ന വഴിക്കിൽ ഞങ്ങൾക്ക് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അരിപ്പായസമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഫാറൂഖ് കോളേജ് സ്കൂളിലെത്തി. ഇത് ഞാൻ പഠിച്ച സ്കൂളും കൂടിയാട്ടോ. ഇവിടെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതായത് എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ സാറ്, എല്ലാവരും. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം എല്ലാവർക്കും എന്നെ അറിയാം. എൻ്റെ എന്താ ബാല്യകാലത്തിൽ എങ്ങനെയാണ് ഞാൻ എല്ലാം അറിയാം. എൻ്റെ ഹസ്ബൻഡിനോട് വന്ന് സംസാരിക്കും. കുട്ടികളോട് ഇതും നിൻ്റെ മക്കളാണോ എന്ന് ചോദിക്കും. എനിക്ക് ചോദിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എപ്പം വന്നു കഴിഞ്ഞാലും എൻ്റെ വിശേഷങ്ങൾ തിരക്കും. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്കൂളിൽ പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ചില സമയത്ത് സമയം ഉണ്ടാവാറില്ല. കാരണം രാവിലത്തെ തിരക്കൊക്കെ ആകുമ്പോൾ എന്തായാലും പറ്റില്ല പോവാൻ. പിന്നെ ഞാനും ഏട്ടനും കൂടി കഴിയുന്ന അത്ര ദിവസങ്ങളിലൊക്കെ മക്കളെ കൊണ്ടാക്കാൻ പോകുമ്പോൾ എന്തായാലും അവിടെ കയറും കേട്ടോ. കാരണം എനിക്ക് എന്തായാലും എൻ്റെ സാറിനെ, ടീച്ചേഴ്സിനെ എല്ലാവരും മറക്കാൻ പറ്റുമോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്കൂള്. അവിടെ തന്നെയാണ് ഞാൻ മക്കളെ ചേർത്തത്. കാരണം എനിക്കെന്നും എപ്പോഴെങ്കിലും എന്നും പോകാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ പോകാമല്ലോ. എൻ്റെ 10ാം ക്ലാസ് ലാസ്റ്റ് 10ാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു ടെൻഷൻ, അതൊക്കെ ഭയങ്കര ഫീലാണല്ലോ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞു, പതാക ഉയർത്തി കഴിഞ്ഞു. പിന്നെ മാർച്ച് ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്കൊരു ചെറിയ സ്വീറ്റ്സൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അവർ വിട്ടേ. മാർച്ച് ഫാസ്റ്റിന് പോയപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. പാറൂസിന് ഞാൻ പതാകയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്കത് കയ്യിൽ പിടിക്കാൻ മറന്നുപോയി. അവൾ ബാഗിൽ വെച്ചിട്ടാണ് പോകുന്നത്. ബാഗാണെങ്കിലോ വണ്ടിയിലാണ്.
പക്ഷേ അതവൾ എടുത്തില്ല. അപ്പോൾ അതിന് പകരം ടീച്ചറിൻ്റെ കയ്യിലുള്ള കുറച്ച് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള പതാക ഉണ്ടായിരുന്നു, അത് അവളെ കയ്യിൽ കൊടുത്തു കേട്ടോ. അപ്പോൾ മോനും അത് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പതാക ഒന്ന് മറച്ചു വെച്ചു, എന്നിട്ട് അവന് മേടിച്ചു കേട്ടോ. പിന്നെ എന്താ എൻ്റെ സ്കൂളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിർത്താൻ പറ്റില്ല, അത്രയും ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഫാറൂഖ് കോളേജ് സ്കൂള്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഫോട്ടോ സെഷനിൽ നിൽക്കാൻ പറഞ്ഞ കേട്ടോ രണ്ടാളോട്. കുറേ ഫോട്ടോ എടുത്ത് കിട്ടിയിട്ടോ. പിന്നെ ഫാറൂഖ് കോളേജ് ഓട്ടോണോമസിൽ ഞങ്ങൾ പോകുമ്പോൾ കുറേ ഫോട്ടോ സെഷനിന് വേണ്ടിയിട്ട് കുറേ കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ഫോട്ടോ എടുത്ത് പോകുന്നു, നിങ്ങൾക്ക് കാണാമല്ലോ.